CAA കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ കേരളത്തിലെ നിയമമന്ത്രി പി രാജീവ് പറഞ്ഞത് അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്. എന്തുകൊണ്ട് ഭരണഘടനാ വിരുദ്ധം? ഭരണഘടന വിവേചനത്തിനെതിരെ, ജാതിയുടെയോ മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ പേരിലുള്ള വിവേചനത്തിനെതിരെ സംരക്ഷണം നൽകുന്നു. ഈ CAA അത് ലംഘിക്കുന്നതാണ്, ആ സംരക്ഷണത്തെ നിരാകരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ്. അതുകൊണ്ട് കേരളം നടപ്പാക്കത്തില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളത് പി രാജീവ് തീരുമാനിച്ചാൽ മതിയോ? അതാണ് നമ്മളുടെ ചോദ്യം. പി രാജീവ് പറയുന്നത് ശരിയല്ല. വംശത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരുള്ള വിവേചനം നടത്താൻ പാടില്ലെന്ന് ഭരണകൂടത്തോട് ഭരണഘടന നിർദ്ദേശിക്കുന്നത് പൗരന്മാർക്ക് വേണ്ടിയാണ്, ഇന്ത്യൻ സിറ്റിസൻസിന് വേണ്ടിയാണ്. ഇന്ത്യൻ സിറ്റിസൻസിനെ ജാതിയുടെയോ മതത്തിൻ്റെയോ വംശത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല, യാതൊരു തരത്തിലുള്ള വിവേചനത്തിനും വിധേയനാക്കാൻ പാടില്ല. ഇതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. ഇത് സിറ്റിസൻസിന് മാത്രം ബാധകമായിട്ടുള്ളതാണ്. നിയമമന്ത്രിക്ക് ഭരണഘടനയെക്കുറിച്ച് യാതൊരു ബോധവുമില്ലേ? ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടില്ലേ? അദ്ദേഹം ഈ കാര്യങ്ങളൊന്ന് എടുത്തു വെച്ച് നോക്കണം. ആർട്ടിക്കിൾ 15 എന്താണ് പറഞ്ഞിരിക്കുന്നത്? 15, 16, 17, 18 ഒക്കെ പറഞ്ഞിട്ടുള്ളതെല്ലാം ഈ രാജ്യത്തെ പൗരന്മാരെ ബാധിക്കുന്നതാണ്, പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ്. അല്ലാതെ പാകിസ്ഥാനികൾക്കോ അല്ലെങ്കിൽ ബംഗ്ലാദേശികൾക്കോ അഫ്ഗാനികൾക്കോ കൊടുക്കാനുള്ളതല്ല. അവർക്കല്ല ഈ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്, ഇന്ത്യൻ പൗരന്മാർക്കാണ്. അപ്പോൾ ആ ഇന്ത്യൻ പൗരന്മാർക്ക് കൊടുത്തിരിക്കുന്ന മൗലിക അവകാശങ്ങൾ പാകിസ്ഥാനികൾക്ക് കൊടുത്തില്ല, അതും മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പി രാജീവ് ഇങ്ങനെ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വിവരക്കേടാണ്. പി രാജീവിന് ഈ ഭരണഘടനയെക്കുറിച്ച് തന്നെ യാതൊരു വിവരവുമില്ല. അദ്ദേഹം ഭരണഘടനയുടെ പേരിൽ ആണയിടുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്ന് അദ്ദേഹം തന്നെ തെളിയിക്കുകയാണ് ഈ വാക്കുകളിലൂടെ. അദ്ദേഹത്തിന് കേരളത്തിലെ നിയമമന്ത്രിയായിരിക്കാൻ യാതൊരു അർഹതയുമില്ല. അദ്ദേഹത്തെ പോലെ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കൊണ്ട് കേരളത്തിന് എത്രയാണ് നഷ്ടം വരുന്നതെന്നറിയാമോ? ലക്ഷക്കണക്കിന് രൂപ. ഈ മണ്ടത്തരങ്ങൾ ചിന്തിച്ച് അവർ കേസിന് പോവുകയാണ് സുപ്രീം കോടതിയിൽ. അതിനുവേണ്ടി അഡ്വക്കേറ്റുമാരെ പ്രത്യേകമായിട്ട് വെക്കും, അതിനൊക്കെ ലക്ഷങ്ങൾ ഫീസ് കൊടുക്കും. ഇതൊക്കെ ആരുടെ വഴിയാണ്? സംസ്ഥാനത്തെ മുടിച്ച് വെണ്ണീറാക്കാൻ വേണ്ടിയാണ് ഇവർ നടക്കുന്നത്. അത് എങ്ങനെ? അവരുടെ മണ്ടത്തരങ്ങൾ കൊണ്ട്. എന്തെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവരായിരുന്നെങ്കിൽ, ഭരണഘടനയെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവരാണെങ്കിൽ ഈ വിവേചനത്തിൻ്റെ പേരിൽ സുപ്രീം കോടതിയിൽ പോകുമോ? വിവേചനം പാടില്ലെന്ന് പറയുന്ന പൗരന്മാർക്കുള്ള അവകാശങ്ങളാണ്, അല്ലാതെ വിദേശികൾക്കല്ല. അഫ്ഗാനികളായിട്ടുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാകിസ്ഥാനികളോ ബംഗ്ലാദേശികളോ ആയിട്ടുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ സിറ്റിസന് കൊടുക്കുന്ന അവകാശങ്ങളില്ല. ഇന്ത്യൻ സിറ്റിസനോട്, ഇന്ത്യൻ പൗരന്മാരോട് പാടില്ലെന്ന് ഭരണഘടന വിലക്കുന്ന അവകാശങ്ങളൊന്നും, ഈ വിവേചനമൊന്നും അവർക്ക് ബാധകമല്ല. അവരോട് നമുക്ക് ഈ കാര്യങ്ങൾ അവർക്ക് തുല്യ പരിഗണന കൊടുക്കാൻ പറ്റൂ. അവരെ മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താം, അവരെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്താം, അവരെ വംശത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താം, അവർക്ക് തുല്യ അവസരങ്ങൾ എംപ്ലോയ്മെൻറ്റിൽ കൊടുക്കാതിരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യൻ സിറ്റിസൻസ് അല്ല. അവർക്ക് തുല്യ അവസരങ്ങളൊന്നും ഈ ജോലിയുടെ കാര്യത്തിലൊന്നും ഇവിടെ ഉറപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതെങ്കിലും ഇനി ഒന്ന് വായിച്ചു നോക്ക്. ആർട്ടിക്കിൾ 15, 16, 17 ഒന്ന് വായിച്ചു നോക്ക്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള ആ ചാപ്റ്റർ തന്നെ ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് ഈ നെടുനെടുങ്കൻ വാചകങ്ങൾ അടിക്ക്. ശ്രീ പി രാജീവ് അത് ചെയ്യണം. അല്ലെങ്കിൽ താങ്കൾക്ക് ഇവിടം നിയമമന്ത്രിയായിട്ടിരിക്കാൻ യാതൊരു അവകാശവുമില്ല. രാജിവെച്ച് പുറത്തു പോകണം. നിങ്ങളുടെ ഈ മണ്ടത്തരം മൂലം കേരളത്തിന് വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഈ അനാവശ്യ കേസുകളായിട്ട് പോയിട്ടുള്ളത്? ഇതെല്ലാം ഓരോരോ മണ്ടത്തരങ്ങൾ കൊണ്ടാണ്. ഈ മണ്ടത്തരങ്ങൾ ഇനി സഹിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ത്രാണിയില്ല. കടം മേടിച്ച് മുടിയുകയാണ്. നിങ്ങൾക്ക് ഈ ത്രാണിയില്ലാത്ത, ഈ
നടുവൊടിഞ്ഞ് കിടക്കുന്ന മനുഷ്യരുടെ പുറത്ത് കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും താങ്കളുടെ മണ്ടത്തരങ്ങളുടെ ഭാരം കൊണ്ട് വെക്കാതെ അവർ ജീവിക്കണ്ടേ? ഒന്നുകൂടി ഒരു തലയ്ക്ക് വെളിവോടുകൂടി ആലോചിച്ച് നോക്ക്. എന്നിട്ട് വലിയ പ്രസംഗങ്ങൾ ചെയ്ത് മുസ്ലിങ്ങളെയോ മറ്റുള്ളവരെയോ പ്രീണിപ്പിച്ച് വോട്ട് വാങ്ങിക്കാൻ നോക്ക്. അസത്യത്തിൻ്റെ പേരിൽ വോട്ട് വാങ്ങിക്കരുത്, മണ്ടത്തരത്തിൻ്റെ പേരിൽ വോട്ട് വാങ്ങിക്കരുത്, സത്യസന്ധതയുടെ പേരിൽ വോട്ട് വാങ്ങിക്കാൻ നോക്ക്. വിവരമില്ലായ്മയുടെ പേരിൽ വോട്ട് വാങ്ങിക്കരുത്. സത്യമായ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വോട്ട് വാങ്ങിയത്. വലിയ കഷ്ടമാണിത്. കേരളത്തിൻ്റെ ഭാരമാണിവരെല്ലാം. എവിടെയൊക്കെ വെച്ച് അവരെ തോൽപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ജനങ്ങൾ ചെയ്യണം, കേരളത്തിലെ ജനങ്ങൾ ചെയ്യണം. എങ്കിലേ അവർക്ക് ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നന്ദി, നമസ്കാരം.